ഒരു സ്ത്രീ ഇങ്ങനെ നടന്നു പോകുന്നു. മുമ്പോട്ടാണ് പോകേണ്ടത്. ട്രെയിന് 3-ാം പ്ലാറ്റ്ഫോമിലാണ്. ആ സ്ത്രീക്കൊന്നും പറ്റിയില്ലെങ്കിൽ നമസ്കാരം. മീശമാധവനിലെ പിള്ളേച്ചനെ പിള്ളേര് കണി കാണിക്കും പോലെ എം വി ജയരാജൻ നാട്ടുകാരെ മുഴുവൻ പിന്നാമ്പുറം കാണിക്കുകയാണ്. ഇന്ന് പിന്നാമ്പുറം കാണിക്കുന്ന ജയരാജൻ നാളെ ഉമ്മറം കാണിക്കില്ലെന്ന് ആരറിഞ്ഞു? ഉദ്ഘാടനത്തിന് വരുന്ന ചില വെച്ചുകെട്ട് നടിമാർ തിരിഞ്ഞു നിന്ന് നമ്മളെ ചില ഭാഗങ്ങൾ കാണിക്കും പോലെ ആയിപ്പോയി ജയരാജൻ്റെ ഈ പരിപാടി. ഈ ജയരാജൻ കമ്മികളുടെ തേൻ റോസ് ആവുകയാണോ? വഷളന് വളരാൻ വളം വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. വിപ്ലവ പ്രസ്ഥാനത്തിൽ എത്തിപ്പെട്ടാലുടൻ വളം വലിച്ചെടുത്തങ്ങ് വളരുകയായി ഓരോ വഷളനും. ഒരുത്തൻ നിയമസഭയിൽ മുണ്ടുപൊക്കി ഡെസ്കിൽ കയറി താണ്ഡവം നടത്തി. വേറൊരുത്തൻ കുണ്ടി തിരിഞ്ഞു നിന്ന് വൃത്തികേട് കാണിക്കുന്നു. മറ്റൊരുത്തി സ്ത്രീകളെ അപമാനിച്ച് തെറിപ്പാട്ടുമായി റോഡ് ഷോ നടത്തുന്നു. വേറൊരു മന്ത്രി ഇതാ കഴുത്തുളുക്ക് അഭിനയിച്ച് നാട്ടുകാരെ കൊഞ്ഞനം കുത്തി കഴിയുന്നു. കഴിഞ്ഞ ദിവസത്തെ മലയാള മനോരമയിൽ വന്ന ഒരു വാർത്ത ശ്രദ്ധിച്ചോ സുഹൃത്തുക്കളെ? അർജന്റീനയിൽ ഒരു പുതിയ ട്രെൻഡ് തുടങ്ങിയിരിക്കുന്നു. മുഖത്ത് പലതരം മൃഗങ്ങളുടെ മാസ്കുകൾ, പിന്നിൽ വാല്, അതേ നടത്തം ഓട്ടം. ഏതെങ്കിലും മൃഗമായി സ്വയം തോന്നുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്ന ഈ വിനോദത്തിൻ്റെ പേര് തേറിയൻ ട്രെൻഡ് എന്നാണ്. ചെന്നായ്ക്കൾക്കും നായ്ക്കൾക്കുമാണ് കൂടുതൽ ഡിമാൻഡ്. ഇഷ്ടമൃഗമായി വേഷമിടുന്നവർ അതിൻ്റെ ചിത്രം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇടയ്ക്കൊക്കെ മൃഗങ്ങളായി പരിണമിക്കണമെന്നാണ് ഇവരുടെ വാദം. പൊതുസ്ഥലങ്ങളിൽ തേറിയൻ കൂട്ടായ്മകൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയതോടെ ഒരു കണ്ണ് വേണമെന്ന് മാനസികാരോഗ്യ വിദഗ്ധന്മാർ താക്കീത് നൽകിയിട്ടുണ്ട്. ഇവിടെയും ഇത്തരത്തിൽ ഒരു ട്രെൻഡാണ് കൊണ്ടുവരുന്നത്. അർജന്റീനയിൽ തേറിയൻ ട്രെൻഡാണെങ്കിൽ കേരളത്തിൽ കമ്മി വെറിയൻ ട്രെൻഡാണ് കണ്ടുവരുന്നത്. എതിരാളികളെ കാണുമ്പോൾ കൂട്ടമായി കൂവുന്ന കാടൻ ട്രെൻഡ് നമ്മൾ വയനാട്ടിൽ കണ്ടു. അതിരാവിലെ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു തലയും ഫിറ്റ് ചെയ്ത് അന്തങ്ങൾ ഇറങ്ങുകയായി. ചെന്നായ, കുറുക്കൻ, കാണ്ടാമൃഗം എന്നിവയുടെ മാസ്കുകളാണ് കമ്മികൾ ഫിറ്റ് ചെയ്യുന്നത്. സമൂഹത്തെ പുച്ഛിക്കാനും വെല്ലുവിളിക്കാനും തെറി പറയാനും എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യും. ഗോറില്ലയോ പുലിയോ ആക്രമിച്ച് ആരോഗ്യമന്ത്രിയുടെ കഴുത്തുളിക്കിയതിൽ ശുംഭൻ ജയരാജൻ വന്ന് ജനത്തെ ചന്തി കാണിച്ചാൽ വേദന മാറുമോ ജയരാജ? ഇത് മനുഷ്യരെ ആക്ഷേപിക്കാനുള്ള പരിപാടിയല്ലേ? 3-ാം പക്കത്തിലെ ജഗതിയെ ആരെങ്കിലും കവലെ എന്ന് വിളിച്ചാലേ മുണ്ടുപൊക്കി കാണിക്കുമായിരുന്നുള്ളൂ. വെറും കവലച്ചട്ടമ്പികളെ പോലെ ഇറങ്ങിയിരിക്കുകയാണ് ഈ സഖാക്കൾ. കുറേ മുതിർന്ന CPM നേതാക്കളാണ് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത്. ഓദിക്കൻ നിന്നു മുള്ളിയാൽ ശിഷ്യന്മാർ നടന്നു മുള്ളും എന്ന് കേട്ടിട്ടുണ്ട്. ആരെങ്കിലും ദേഹത്തെ സ്പർശിച്ചാൽ മാത്രമേ ആത്മാഭിമാനമുള്ള സ്ത്രീകൾ തിരിഞ്ഞു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് എം വി ജയരാജൻ എഴുന്നേറ്റ് തിരിഞ്ഞു നിന്ന് ചന്തി കാണിച്ചത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണല്ലോ ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഇങ്ങനെ ഒരു ആക്രമണം. DYFI അത് ചെയ്യില്ല, SFI ചെയ്യില്ല. അവരൊക്കെ സ്ത്രീകളെ സ്നേഹിച്ചതിൻ്റെയും ബഹുമാനിച്ചതിൻ്റെയും കഥകളൊക്കെ ഒന്നും പറയാതിരിക്കുന്ന നല്ലത്. ഡെബിളെ റഹീമിൻ്റെ നേതൃത്വത്തിൽ മുൻപ് വനിതയായ ഒരു കോളേജ് പ്രിൻസിപ്പാളിനെ തടഞ്ഞു വെച്ചതും തെറി അഭിഷേകം നടത്തിയതും അവരുടെ മുടിക്ക് പിടിച്ച് വലിച്ചതുമൊക്കെ അവർ തന്നെ പറഞ്ഞ കഥകളാണ്. ആർഷോമൻ കാണിച്ചു കൂട്ടിയതൊക്കെ എന്തിനാ പറയുന്നത്? കഷ്ടകാലത്തിന് അവർക്ക് പരാക്രമം നടത്താൻ UDFന് കൊള്ളാവുന്നൊരു വനിതാ മന്ത്രി ഇല്ലാതെ പോയി. ഞങ്ങളുടെ പിള്ളേരുടെ അത്ര പൊന്നിൻ കുടങ്ങൾ വേറെ എവിടെയുണ്ട്? മറ്റു സംഘടനയിലെ ചെറുപ്പക്കാരെല്ലാം വേറെ വഴിക്കുണ്ടായ അക്രമികളും ഒളിപ്പോരാളികളും തീവ്രവാദികളും. മന്ത്രിമാരെ കരിങ്കൊടി കാണിക്കുന്നതിന് എനിക്ക് PhD ഉണ്ടെന്ന് അഭിമാനത്തോടെ പറയുന്ന എം വി ജയരാജനാണ് കരിങ്കൊടിയുമായി മന്ത്രിയെ വധിക്കാൻ ചെന്നുവെന്ന് പറയുന്നത്. മുൻപോട്ട് നടന്നുപോയ സ്ത്രീ ഒന്നും പറ്റിയില്ലെങ്കിൽ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലത്രേ. ഒരു സ്ത്രീക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല. ആ ഒരൊറ്റ കാഴ്ചയുടെ പിൻബലത്തിലാണ് അവർക്കെതിരെ ആക്രമണമുണ്ടായി എന്ന് ജയരാജൻ വിശ്വസിക്കുന്നത്. എന്തെന്നാൽ നടന്നു വന്ന വീണ ജോർജ് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്നു. ആത്മാഭിമാനമുള്ള സ്ത്രീയെ എന്തെങ്കിലും പറ്റിയാൽ തിരിഞ്ഞു നോക്കാറുള്ളൂ, അല്ലാത്തവർ നടന്നങ്ങ് പോകും. ഒരു സ്ത്രീക്ക് ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ തിരിഞ്ഞു നോക്കില്ല. ഒരു കാരണവുമില്ലാതെ വെറുതെ ഒരു കാരണമുണ്ടാക്കി തിരിഞ്ഞു നോക്കിയ ഒരു സ്ത്രീയുണ്ട് പുരാണത്തിൽ. അവളുടെ പേര് ശകുന്തള എന്നാണ്. അനസൂയയ്ക്കും പ്രിയംവദയ്ക്കുമൊപ്പം പോകുമ്പോൾ അവൾക്കൊന്ന് തിരിഞ്ഞു നോക്കണമെന്ന് തോന്നി. എന്തിനാ? ദുഷ്യന്തനെ ഒന്നുകൂടി കാണാൻ. കൊണ്ടുദർഭമുന കാലിലെന്ന് വെറുതെ നടിച്ചാണ് അവൾ തിരിഞ്ഞു നോക്കിയത്. ആത്മാഭിമാനമില്ലാത്തൊരു സ്ത്രീയായി പോയല്ലോ പുരാണത്തിലെ ശകുന്തള. സ്ത്രീകളുടെ ആത്മാഭിമാനത്തെപ്പറ്റിയൊക്കെ ഈ ജയരാജൻ പറയുന്നത് കേൾക്കുമ്പോൾ കടവായിലൂടെ എന്തോ ഒലിക്കുന്നത് പോലെ. കേരളത്തിലെ സ്ത്രീകളുടെ ആത്മാഭിമാനം കൊല്ലത്തെ തെരുവീഥികളിലൂടെ ഒരു ചെറുപ്പക്കാരി ഉയർത്തിപ്പിടിച്ച് നടക്കുന്ന കാഴ്ച ഒന്ന് കാണണമായിരുന്നു.
ദിവസം കഴിയുന്തോറും സ്വഭാവ നടന്മാരുടെ എണ്ണം കൂടുകയാണല്ലോ ഈ പാർട്ടിയിൽ. വീണയുടെ വേദന കണ്ട് അന്ന് ഗോവിന്ദൻ വിതുമ്പുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കോമ്രേഡുകൾ കൊമേഡിയന്മാരാകുന്ന കാഴ്ചയോടെ ഈ പടം അവസാന റീലിലേക്ക് കടക്കുകയാണ്. ചൂരൽമലയിൽ നമ്മൾ കേട്ട ആ കൂവലോടെയാണ് പെട്ടി അടയ്ക്കുന്നത്. ജയരാജനും ഗോവിന്ദനുമൊക്കെ കൂടി വധശ്രമം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, അപ്പുകുട്ട ഓവറാക്കി ചളവാക്കല്ലേ. ഈ ബുദ്ധിശൂന്യന്മാർ ഏത് ലോകത്താണ് ജീവിക്കുന്നത് എന്ന് സകല മനുഷ്യരും സന്ദേഹിക്കുകയാണ്. ഭരണം തീരുന്നതിന് മുമ്പ് ഇനിയുള്ള ദിവസങ്ങളിൽ കാറിൽ കയറി പരക്കം പായേണ്ട മന്ത്രിയാണ് കഴുത്തിൽ കോളറും ചുറ്റി വീട്ടിലിരിക്കുന്നത്. ആരോഗ്യമന്ത്രിയെ ഓഫീസിൽ നിന്നും മാറ്റി നിർത്തണമെന്ന് ആരോ ചിന്തിച്ച് ഉറപ്പിച്ചതുപോലെയാണ് ഈ പരിപാടി. അതിപ്പോൾ മന്ത്രി അവിടെ ഉണ്ടായിട്ടും ഒന്നിനും തടസ്സമില്ല. ഇതുവരെ ശേഖരിച്ച റിപ്പോർട്ടുകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാൻ പറ്റിയ സമയമാണ് വീണ ജോർജെ ഇത്.